ശ്രുതി, ഇപ്പോൾ പോലീസും ഈ കുടുംബക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം ഇവിടെ നടന്നു. അതിന്റെ ഭാഗമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോൾ റോഡിൽ കിടക്കുകയാണ്. കാരണം റോഡിൽ വീണ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. കാരണം സമരം ഇവിടെ നടത്താൻ പാടില്ല എന്ന ഒരു ഇതിന്റെ പുറത്താണ് ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് മഹിജയെ. പക്ഷെ ഇപ്പോൾ റോഡിലല്ല എടുത്തുകൊണ്ടുപോകുന്ന ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാരണം അവരിവിടെ നിന്ന് മാറില്ല എന്ന ഒരു ഉറച്ച തീരുമാനം തന്നെ എടുത്തതിനെ തുടർന്നാണ് പോലീസിലും അവിടെ സമരത്തിന് ഒരുങ്ങി വന്ന മഹിജയെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് വലിച്ചിഴക്കിയായിരുന്നു. അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണോ നടന്നിരിക്കുന്നത് ജിഷ? ജിഷ്ണുവിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം തുടങ്ങിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് തടഞ്ഞിരിക്കുന്നു. മഹിജയെയും അച്ഛനെയും കുടുംബത്തെയും ബലം പ്രയോഗിച്ച് പോലീസ് അവിടെ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സമരം ആരംഭിക്കാനിരുന്ന മഹിജയെ പോലീസ് വലിച്ചിഴക്കിയായിരുന്നു. അവരവിടെ നിലത്ത് കിടക്കുകയാണ്. സംഘർഷത്തിന്റെ സാഹചര്യമാണ് പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ കാണാനാകുന്നത്. DGP നേരത്തെ മഹിജയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ചർച്ച സാധ്യമാകണമെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മഹിജയ്ക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ പോലീസ് തടയുകയായിരുന്നു. പ്രഹസനമായ ഉറപ്പുകളാണ് സർക്കാരിൽ നിന്നും ജിഷ്ണുവിന്റെ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. ജിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കം വരെ സമരം ചെയ്യുമെന്നുള്ളതാണ് ജിഷ്ണുവിന്റെ കുടുംബം പറയുന്നത്. ജിഷയിലേക്ക് വീണ്ടും. ജിഷ, ഇപ്പോൾ മഹിജ അവിടെ നിലത്ത് കിടക്കുകയാണോ? അവരെ അവിടെ പോലീസ് വലിച്ചിഴക്കുന്ന സംഭവം ഉണ്ടായില്ലേ? തീർച്ചയായും ശ്രീ, കാരണം പോലീസും ഇവരും തമ്മിലുള്ള സംഘർഷം, കാരണം ഇവിടെ നിന്ന് സമരം നടത്താൻ അനുവദിക്കില്ല എന്ന് പോലീസ് പറയുകയുണ്ടായി. അതിനെ തുടർന്ന് പോലീസും ഇവരും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായി. അതിനെ തുടർന്നാണ് പോലീസ് ഇവരെ വലിച്ചിഴച്ച് റോഡിലൂടെ വലിച്ചിഴക്കുന്ന ഒരു ദൃശ്യങ്ങൾ പോലും നമുക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. മഹിജയെയും ഒപ്പം മറ്റവരെയും മറ്റു ബന്ധങ്ങളുൾപ്പെടെ 16 പേരെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. വളരെ സന്ദർശിതമായ അന്തരീക്ഷമായിരുന്നു ഈ പോലീസ് ആസ്ഥാനത്തിന് മുൻപിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം അവിടെ സമരം ഇരിക്കാൻ വന്നവരെ വലിച്ചിഴിച്ച് റോഡിൽ വലിച്ചിഴിക്കുന്ന ഒരു ദൃശ്യം, സ്ത്രീ ഉൾപ്പെടെ മഹിജ ഉൾപ്പെടെയുള്ളവരെ റോഡിൽ വലിച്ചിഴിച്ച ദൃശ്യം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. കാരണം പോലീസുമായി DGPയുമായി ചർച്ചയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും അത് പരാജയപ്പെടുമെന്ന ഉറപ്പ് ഇവർ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് സമരം നടത്തും എന്ന പറയുകയും അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇവിടെ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ ഇവിടെ ഇപ്പോൾ DGP ആസ്ഥാനത്ത് പോലീസിന്റെ അതിക്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീതി തേടിയെത്തിയ ജിഷ്ണുവിന്റെ അമ്മയെയും അച്ഛനെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത്. ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ പോലീസ് നിലത്ത് വലിച്ചിഴക്കിയായിരുന്നു. വാർത്തയോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, നീതി തേടി എത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു. ജിഷ്ണുവിന്റെ ഘാതകരെ 80 ദിവസത്തിന് ശേഷവും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കേരള മനസാക്ഷിയുടെ മുമ്പിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ആ വിഷയം. ഇവിടെ ഈ ഗവൺമെന്റ് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം അവരെ അവിടെ എത്തുമ്പോ അവരോട് മര്യാദക്കെങ്കിലും പെരുമാറാൻ കഴിയണ്ടേ? എത്ര നികൃഷ്ടമായിട്ടാണ് വലിച്ചിഴച്ച് വണ്ടിയിലേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ്. ഒരു ജനകീയ ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് ഇവിടെ ഉണ്ടായി. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ഷംസീറും ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷംസീർ, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? പോലീസ് ആസ്ഥാനത്ത് നീതി തേടി സമരം ചെയ്യാനെത്തിയ ഒരു കുടുംബത്തെ, ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് അവിടെ വലിച്ചിഴക്കിയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു. ഇതാണോ നിങ്ങളുടെ സർക്കാരിന്റെ നീതി? ഇവിടെ മറുഭാഗത്ത് ചർച്ചയിൽ പങ്കെടുത്ത ജോസഫ് വാഴക്കന്റെ പാർട്ടിയാണ് കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാർക്ക് വളരാനും തടിച്ചു കൊഴുക്കാനും സ്വാശ്രയ കച്ചവടം നടത്താൻ അവസരം ഒരുക്കി കൊടുത്തത്. അതുകൊണ്ട് ജോസഫ് വാഴക്കൻ വലിയ വായിൽ TV-യിൽ വന്ന അഭിപ്രായം പറയണ്ട. നിങ്ങളാണ് ഈ കേരളത്തിലെ സ്വാശ്രയ കച്ചവടക്കാരെ വളർത്തിയതും നിങ്ങളാണ് അവർക്ക് വളരാൻ അവസരം ഒരുക്കി കൊടുത്തത്. ഷെയ്ൻ ഷംസീർ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രതികരണം താങ്കളിൽ നിന്ന് ആദ്യം പ്രതീക്ഷിക്കുകയാണ്. ഷംസീർ, പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ മഹിജയെ വലിച്ചഴിച്ചതിന് എന്ത് ന്യായമാണുള്ളത്? TV-യിൽ വരുന്നത് നിങ്ങൾക്ക് വേണ്ട ഉത്തരം മാത്രം പറയാനല്ല ഞങ്ങൾ TV-കകത്ത് വരുന്നത്. ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ മൊത്തം പറയേണ്ടി വരും.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉൾപ്പെടെ എപ്പോഴാണ് ഈ സ്വാശ്രയ കച്ചവടക്കാർക്കെതിരായി ചിന്തിച്ചത്? ഷംസീർ, മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഷംസീർ, ഇപ്പോൾ നടക്കുന്നത്, ഇപ്പോൾ അറസ്റ്റ്, ഇപ്പോൾ മഹിജയെ അറസ്റ്റ് ചെയ്തതിനെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ വലിച്ചിഴച്ചതിന് നിങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണമാണ് ആദ്യം വേണ്ടത്. അന്ന് നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ നിന്നിരുന്നില്ല. 10,000-കണക്കിന് വിദ്യാർത്ഥി പ്രവർത്തകന്മാർ ജയിലിലടക്കപ്പെട്ടിരുന്നു. അന്നും നിങ്ങളാരും ഞങ്ങളുടെ കൂടെ നിന്നിരുന്നില്ല. ജിഷ്ണുവിന്റെ കുടുംബത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഷംസീർ, ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്ന കാര്യത്തോട് ദയവ് ചെയ്ത് ആദ്യം പ്രതികരിക്കണം, ബാക്കി കാര്യങ്ങൾ പറയാമല്ലോ. പോലീസ് ആസ്ഥാനത്ത് DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ പറ്റില്ല എന്ന് ഈ ന്യൂസ് വായിക്കാൻ നിങ്ങൾക്കറിയാത്തതാണോ? ഈ DGP ആസ്ഥാനത്തേക്ക് സമരം പ്രഖ്യാപിച്ചാൽ ഒരു നിശ്ചിത ദൂരത്ത് സമരം തടയും. സമരം നടത്തിയവരെ ഞങ്ങളൊക്കെ SP ഓഫീസിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചാൽ SP ഓഫീസിന്റെ ഇത്ര മീറ്റർ ദൂരത്ത് പോലീസ് തടയും. രാജ്ഭവനിലേക്ക് മാർച്ച് വെച്ചാൽ ഇത്ര മുമ്പിൽ വെച്ച് പോലീസ് തടയും. അതുപോലെ തന്നെ ഓഫീസിൽ വെച്ചാൽ തടയും. അത് സ്വാഭാവികമാണ്. ഇത് അറിയാം. ഷംസീർ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമല്ല, നീതി തേടി കരഞ്ഞു വരുന്ന ഒരു അമ്മയും അച്ഛനും കുടുംബവുമാണ്. അവരോട് കുറച്ചുകൂടി മനുഷ്യത്വപരമായി പെരുമാറേണ്ട ബാധ്യത പോലീസിന്. എനിക്ക് മനുഷ്യത്വമുണ്ടോ ഇല്ലെന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഷംസീറിനല്ല, പോലീസിന് ബാധ്യതയില്ലേ എന്നാണ് ചോദ്യം. വീട്ടിൽ നിങ്ങൾ പോയില്ലോ? ഞാൻ പോയ ആളാ. ജിഷ്ണുവിന്റെ കുടുംബത്തിൽ നിന്ന ആളാ. ഈ മരണം മുതൽ, ഈ ജനുവരി 6-ാം തീയതി മരണം നടന്ന ഘട്ടം മുതൽ അതിന് പിറകെ പോയിരുത്തല ഞാൻ. അപ്പൊ എന്നെ മനുഷ്യത്വം പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. ശ്രീ ഷംസീർ, അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ വേണ്ട, ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ് എന്ന് പറഞ്ഞ KSUക്കാർ സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒരുമിച്ച് വരുമ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടതില്ല എന്ന് പറയുകയാണ് അവർ. അപ്പോഴും അവർ നീതി പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. പിന്നീടും നീതി ലഭിക്കാതെ കൃഷ്ണദാസ് സിംഗിന് ജാമ്യത്തിലിറങ്ങി നടക്കുന്ന കാണുമ്പോഴാണ് വീണ്ടും അവർ സമരത്തിലേക്ക് വരുന്നത്. ഇന്ന് സമരം തുടങ്ങുമ്പോൾ തന്നെ അവരെ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യം താങ്കളും കണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ന്യൂസ് റീഡർ മനസ്സിലാക്കേണ്ട കാര്യം, കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തപ്പോൾ കോടതിക്കെതിരെ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ? തെറ്റായ രീതിയിൽ കോടതി സമീപിച്ചപ്പോൾ നിങ്ങൾ അക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങളിപ്പോ ഗവൺമെന്റ് തല പെരടിക്കാറാണല്ലോ. ഞങ്ങൾ വാർത്ത കൊടുത്തില്ല എന്ന് താങ്കൾ എങ്ങനെ പറയും? നിങ്ങൾ അതിനെ വിമർശിച്ചോ കോടതി വിധിയെ? അത് ചെയ്ത് തെറ്റാണെന്ന്. നിങ്ങൾക്ക് കോടതിയെ പേടിയല്ലേ? നിങ്ങൾ അനങ്ങിയില്ലല്ലോ. ഇവിടെ ആ കുടുംബത്തോട് നീതി ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട്. ആ വിഷയത്തിനകത്ത് കൃഷ്ണദാസിനെ പ്രതി ചേർത്തു. ശരി, മാധ്യമങ്ങൾക്ക് കോടതിയെ പേടിയാണ്. കോടതിയെ പേടിയില്ലാത്ത നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തമായി പ്രതികരിക്കാമല്ലോ ഷംസീർ. ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന കേട്ട അഭിപ്രായം പറയല്ലോ. താങ്കൾ ഏതൊക്കെ ഘട്ടത്തിൽ പ്രതികരിച്ചു ഒന്ന് പറയാമോ? ഞങ്ങൾ വളരെ കൃത്യം. താങ്കൾ ഏതൊക്കെ ഘട്ടത്തിൽ പ്രതികരിച്ചു ഇങ്ങോട്ട് പറ. ശ്രീ ഷംസീർ, താങ്കൾ എന്നെ ചോദ്യം ചെയ്യാനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിൽ താങ്കൾ പറയേണ്ടതില്ല. അഡ്വക്കേറ്റ് ജയശങ്കറും ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ അമ്മയും അച്ഛനും പോലീസ് ആസ്ഥാനത്ത് സമരത്തിന് ഒരുങ്ങി വന്നിരിക്കുന്നു. അവർ അവിടെ DGPയുമായി ചർച്ച ചെയ്യാം ആദ്യം എന്ന് പറയുകയാണ്. അതിനായി അവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ തടയുന്നു, പോലീസ് തടഞ്ഞു വെക്കുക മാത്രമല്ല അവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം. മഹിജയെ പോലീസ് നിലത്ത് വലിച്ചിഴക്കുകയാണ്, അവരവിടെ കിടക്കുകയാണ്. അങ്ങേറ്റം നിർഭാഗ്യകരമാണ്. ഇതില് അദ്ദേഹം കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തത് കോടതിയാണ്, നമുക്കറിയാം. കൃഷ്ണദാസിന് ജാമ്യം കൊടുത്തു. അതിനുശേഷം മറ്റൊരു ചെറുപ്പക്കാരുണ്ടല്ലോ, അദ്ദേഹത്തെ ആക്രമിച്ച കേസിലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. അതിൽ ക്രമവിരുദ്ധമായ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് തന്നെ മാതൃഭൂമി ചാനലിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ശ്രീ ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ പേരെടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. മാത്രമല്ല അന്ന് നമ്മുടെ വേണുവായിരുന്നു ന്യൂസ് ആങ്കർ ചെയ്തിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പക്ഷെ അതൊക്കെ ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല എന്നുള്ളതല്ല. ഇവിടെ അവർക്ക് നീതി കിട്ടിയില്ല എന്ന് അവർ സംശയിക്കുന്നു, അല്ലെങ്കിൽ ഭയപ്പെടുന്നു. ഇനിയും നീതി കിട്ടുകയില്ല എന്ന് കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഈ പോലീസ് DGPയുടെ ഓഫീസിന്റെ മുമ്പിൽ സത്യാഗ്രഹത്തിന് വരുന്നത്. അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പോലീസ് അല്ലെങ്കിൽ ഭരണാധികാരികൾ കുറച്ചുകൂടി സംയമനത്തോടും മനുഷ്യത്വത്തോടും കൂടി പെരുമാറണം. അതാണ് വേണ്ടത്. സത്യത്തിൽ ഈ ഘട്ടത്തിൽ സർക്കാരിന് അതിൽ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞു. അത് ചെയ്യാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ പോലീസ് എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ നടപടിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പോലീസ് അതിക്രൂരമായി അവിടെ പെരുമാറുമ്പോൾ ഇവരുടെ ഭാഗത്ത് അല്പം പ്രകോപനം ഉണ്ടായാലും അവർ വൈകാരികമായി പ്രതികരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സംയമനം കാണിക്കേണ്ടത് പോലീസായിരുന്നില്ലേ? അതെ, പോലീസുകാർക്ക് അത്രയ്ക്ക് ബോധമുണ്ടെങ്കിൽ അവർ പോലീസിൽ ചേരുമല്ലോ. ഇത് വേറെ പ്രശ്നമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, ഒരു ഭാഗത്ത് മകൻ നഷ്ടപ്പെട്ട ഒരമ്മ അല്ലെങ്കിൽ ഒരു കുടുംബം, അവരുടെ വേദന, വൈകാരികമായിട്ടുള്ള ക്ഷോഭം എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. മാത്രമല്ല അവർ വളരെ പ്രതീക്ഷയുണ്ട് അവർക്ക്. കാരണം ഇത് ഉമ്മൻചാണ്ടിയല്ല മുഖ്യമന്ത്രി, അല്ലെങ്കിൽ തിരുവഞ്ചൂരോ രമേശോ അല്ല ആഭ്യന്തരമന്ത്രി എന്നുള്ളതുകൊണ്ട്, ഈ പയ്യന്റെ വീട്ടുകാർ ഇടതുപക്ഷക്കാരായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേ മൊബൈൽ ഫോണിൽ പ്രൊഫൈലിൽ ഫോട്ടോ കൊടുത്തിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയാണ്. കഴിഞ്ഞ വിഷുവിന് അദ്ദേഹം കണി കണ്ടത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മുഖമാണ് എന്നൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു. ഞാൻ ഏതോ TV ചാനലിലോ പത്രത്തിലോ കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അവർ കൂടുതൽ പ്രതീക്ഷിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ നമുക്കറിയാം. ഇനിയിപ്പോ കോടതിയിൽ കേസ് ചെന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക, അത് വേറെ കാര്യമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വളരെയധികം
വളരെ ശ്രദ്ധേയരാണ്, പ്രകോപിതരാണ്. പ്രത്യേകിച്ചും സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ, സ്വന്തം സർക്കാർ ഇരിക്കും ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ശരിയാണ്. ഞാൻ ഒരു ചർച്ചയിൽ ഇദ്ദേഹത്തിന്റെ മാതുലൻ, ഈ മരിച്ചുപോയ ജിഷ്ണുവിന്റെ അമ്മയുടെ സഹോദരൻ, വളരെ വളരെ പ്രകോപിതനായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ അങ്ങനൊരു സാഹചര്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ പോലീസിനെ ഇവരെ സാന്ത്വനിപ്പിക്കുന്ന, ഇവർക്ക് വിശ്വാസം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം, ആ രീതിയിലുള്ള സംസാരമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇവിടെ ഉണ്ടാകാതെ പോയിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അച്യുതാനന്ദന്റെ ഈ പ്രായത്തിന്റെയൊക്കെ അനാരോഗ്യത്തിന്റെയൊക്കെ പ്രശ്നങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയും ആ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കുകയും നീതിക്ക് വേണ്ടി സമരം ചെയ്യാൻ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു. പറഞ്ഞ രാഷ്ട്രീയ നായകന്മാരൊക്കെ പറ്റിയെന്നു സംശയം പോയി എന്ന് അദ്ദേഹം പറയും. നല്ല കാര്യമാണ്. പക്ഷെ ഇവർക്കിപ്പോഴും അത് വിശ്വാസമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പൊ അവരുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. കാരണം അറസ്റ്റ് ചെയ്യാൻ മാർഗമില്ല പോലീസ്. പക്ഷേ കുറച്ചുകൂടി സ്നേഹത്തോടെയും സംയമനത്തോടെയും കൂടി പെരുമാറിയിരുന്നെങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങേറ്റം സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നത്. ASFന്റെ സുധേഷ് സുധാകരും ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. സുധേഷ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നീതീകരിക്കാനാകും? ജിഷ്ണുവിന്റെ അമ്മ മാത്രമല്ല, കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെയും വിഷ്ണുവിന്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നും നിയമത്തിന്റെ മുന്നിൽ അവരെ കൊണ്ടുവരണമെന്നുമുള്ള ശക്തമായ ആവശ്യം കേരളത്തിന്റെ ഗവൺമെന്റിനോടും പൊതുസമൂഹത്തോടും മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണ്. അതിനകത്ത് അവർക്ക് നീതി ലഭിച്ചില്ല എന്ന വിഷയം വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. വിഷ്ണുവിന്റെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായും ഒരു പ്രത്യക്ഷ സമരരംഗത്തേക്ക് വരേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയോ അവരെ ഏതെങ്കിലും നിലയിൽ നിയമത്തിന്റെ ഏതെങ്കിലും സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സമരമാർഗത്തെ അടച്ചതുകൊണ്ട് ഈ വിഷയത്തിന് ഒരു എല്ലാം ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. കുറച്ചുകൂടി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മയും കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളും ആ കോളേജിലെ വിദ്യാർത്ഥികളുമെല്ലാം നിലവിൽ നടത്തിയ ഒരുപാട് ആശങ്കകൾ കേരളത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ആശങ്കകൾ ഒന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും അവരുടെ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിയമത്തിന്റെ പഴുതിലൂടെ പോലീസിന്റെ ചില സഹായത്തോടുകൂടി ഈ പ്രതികൾ രക്ഷപ്പെടും എന്ന സ്വാഭാവികമായ ആശങ്ക എല്ലാവർക്കും ഉണ്ട്. അതാണ് ഇപ്പോഴും ഈ വിഷയം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഗൗരവമായി ഗവൺമെന്റ് ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും കേരളത്തിന്റെ പൊതുസമൂഹം ഏറെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു മരണമെന്ന നിലയിൽ സ്വാഭാവികമായും ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരായി അവിടെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരായി വളരെ ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമെന്ന നിലയിൽ ആ അമ്മയുടെ കണ്ണുനീരിന് സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ എല്ലാം പിന്തുണയുണ്ട്. ആ പിന്തുണയെ കാണാതെ, ആ പിന്തുണയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ട് പോകുന്നത് ഗുണകരമാകുമെന്ന് AISF വിശ്വസിക്കുന്നില്ല. വളരെ നന്ദി പ്രതികരിച്ചതിന്. ജിഷ്ണുവിൻ്റെ അമ്മയെയും അച്ഛൻ അശോകനെയും മറ്റ് ബന്ധുക്കളെയും ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ചാണ് ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയും അച്ഛൻ അശോകനും കുടുംബാംഗങ്ങളും അടക്കം 16 പേർ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സത്യഗ്രഹമിരിക്കാൻ എത്തിയത്. പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ സമരം അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പോലീസ് ഇവരെ തടഞ്ഞത്. നേരിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. പിന്നീട് BJP നേതാവ് K. സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാൻ. ശ്രീ K. സുരേന്ദ്രൻ, ജിഷ്ണുവിൻ്റെ ഘാതകരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇനി സത്യഗ്രഹ സമരത്തിന് തുടർച്ചയായ സമരത്തിനൊരുങ്ങിയാണ് ജിഷ്ണുവിൻ്റെ കുടുംബം. ഇന്നിപ്പോൾ പോലീസ് ആസ്ഥാനത്ത് സമരത്തിനെത്തിയവരെ പോലീസ് വലിച്ചിഴക്കിയായിരുന്നു. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. BJPയുടെ പ്രതികരണം. ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടിയായി പോയത്, നിന്ദ്യമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു പോലീസ് നടപടിയായി പോയി. കാരണം ഒരു മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്താൻ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന ഒരു മാതാവിന്റെ ദുര്യോഗം കേരളത്തിൽ ഒരമ്മയ്ക്കും സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തമാണ് ആ സ്ത്രീക്കുണ്ടായത്. അവരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്, ആരെ സഹായിക്കാനാണെന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ കോളേജ് അധികൃതരുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പാർട്ടി താല്പര്യം പൂർണ്ണമായിട്ടും ജിഷ്ണുവിന്റെ കുടുംബത്തിനായിരുന്നില്ല. പാർട്ടി താല്പര്യം പൂർണ്ണമായിട്ടും മാനേജ്മെന്റിന്റെ കൂടെയായിരുന്നു. അത് കേസിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തെളിഞ്ഞു വന്നിട്ടുള്ളതാണ്. പ്രതികളെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നത്. പ്രതികൾക്ക് പരവതാനിയും മരണപ്പെട്ട കുട്ടിയുടെ മാതാവിന് പോലീസ് സ്റ്റേഷനും എന്നുള്ള ഗതിയിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അങ്ങേറ്റം ക്രൂരമായിട്ടുള്ള നടപടിയാണ്. സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള മുഖമാണ് ഇത് കാണിക്കുന്നത്. ഒരു മനുഷ്യ മുഖമില്ലാത്ത സർക്കാരാണ്, ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാത്ത സർക്കാരാണ് ഈ സർക്കാർ എന്ന ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
സുരേന്ദ്രൻ, ഇതിപ്പോൾ സർക്കാരിന് ഇനി അങ്ങോട്ട് കൂടുതൽ നടപടികളൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ടോ? കോടതി ഇപ്പോൾ കൃഷ്ണദാസിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു, മറ്റു പ്രതികൾ ഒളിവിലാണെന്ന് പറയുന്നു. നിസ്സഹായമായ അവസ്ഥയിലാണോ സർക്കാർ? അല്ല, കോടതി ജാമ്യം നൽകുന്നു എന്ന് പറയുന്നത് കോടതിയുടെ കുറ്റമല്ലല്ലോ, ഇവരുടെയും കുറ്റമല്ലല്ലോ. കോടതിയിൽ നേരത്തെ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, തെളിവുകളുണ്ടെങ്കിൽ തെളിവുകൾ ഹാജരാക്കിയാൽ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. തെളിവുകളൊന്നും ഹാജരാക്കാതെ കോടതിയിൽ സർക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുമല്ലോ. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്, സർക്കാരിന്റെ നിലപാടാണ് ഇതിൽ പ്രധാനം. സർക്കാർ പ്രതികളെ കൂടെയാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ AK ബാലനും പിണറായി വിജയനും ഗവൺമെന്റിന്റെ വക്താക്കൾ എല്ലാവരും പ്രതികളെ കൂടെയാണ്. പോലീസ് എന്തെല്ലാം കൃത്രിമം കാണിച്ചു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കള്ളത്തരം കാണിച്ചു, ഡോക്ടർമാരെ ഉപയോഗിച്ച്, പോലീസ് സർജനെ ഉപയോഗിച്ച്, അതിനുശേഷം മാസ്റ്ററിൽ കൃത്രിമം കാണിച്ചു, രക്തക്കറ വീണ്ടെടുത്തത് പുറത്തറിയിക്കാതിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണം സംഘം കണ്ടെത്തിയത് മുഴുവൻ ആദ്യം അന്വേഷിച്ച പോലീസിന്റെ തട്ടിപ്പുകളല്ലേ. ഇപ്പോഴും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിസ്സഹായാവസ്ഥയല്ല, പോലീസ് അറിഞ്ഞുകൊണ്ട്, സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ക്രൂരതയാണ്. കാരണം ഈ കേരള പോലീസിന് 4 പ്രതികളെ പിടിക്കാനാവില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് പോകണമെന്നേ ഈ ആഭ്യന്തരമന്ത്രിയും പോലീസും. വളരെ നന്ദി കെ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. പോലീസ് ആസ്ഥാനത്ത് സംഘർഷത്തിന് ശേഷം ജിഷ്ണുവിൻ്റെ കുടുംബത്തെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇടവേള.